അടുത്തത് നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന പാഠഭാഗത്തിലുള്ള ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. അതിൽ പ്രധാനമായിട്ടും സമാന്തര ശ്രേണികൾ അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസിൽ പ്രധാനമായിട്ടും കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. എണ്ണാം പദം കാണുന്നതിനും തുകയുടെ ബീജഗണിത രൂപം അല്ലെങ്കിൽ സമ്മിൻ്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻസ് എഴുതുന്നതിനും ആയിട്ടുള്ള റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസുകളാണ് കൂടുതലും ചോദിച്ച് കാണുന്നത്. അത് 2020 മോഡലിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. നിങ്ങൾ എല്ലാ മക്കളും എഴുതിയിട്ടുണ്ടായിരിക്കും. ദ സെക്കൻഡ് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് is 8 and the common difference is 3. First question, write the sequence, and second question, what is the 12th term of the sequence? അതായത് ഒരു സമാന്തര ശ്രേണിയുടെ രണ്ടാം പദം 8ഉം പൊതുവ്യത്യാസം 3ഉം ആണ് എങ്കിൽ ആ സീക്വൻസ്, ആ ശ്രേണി എഴുതുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആ ശ്രേണിയുടെ 12ാം പദം കണ്ടുപിടിക്കുക. ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഓൾറെഡി നമ്മളെല്ലാവർക്കും അറിയുന്ന കേസാണ്. അതിൽ നമ്മൾ രണ്ടാം പദമാണ് നമുക്ക് തന്നിരിക്കുന്നത് 8 എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. അപ്പോൾ പൊതുവ്യത്യാസം 3ഉമാണ് എങ്കിൽ മൂന്നാം പദം എന്ന് പറയുന്നത് 8നോട് പൊതുവ്യത്യാസം കൂട്ടിയതും ഒന്നാം പദം എന്ന് പറയുന്നത് രണ്ടാം പദത്തിൽ നിന്ന് പൊതുവ്യത്യാസം കുറച്ചതുമായിരിക്കും. സോ ശ്രേണി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സീക്വൻസ് എന്ന് പറയുന്നത് 5, 8, 11 എന്നിങ്ങനെയായിരിക്കും. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ 12th ടേം ഓഫ് ദ സീക്വൻസ്? ശ്രേണിയുടെ 12ാം പദം എത്ര? XN എന്നാണ് നമ്മൾ nth ടേമിന് നമ്മൾ ജനറൽ ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ആ nth ടേം കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ തന്നിരിക്കുന്ന സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എഴുതുക. അതിൻ്റെ കൂടെ n എന്ന് പറയുന്ന ടേം നമ്മൾ എഴുതുക. ദെൻ പ്ലസ് ഈ പൊതുവ്യത്യാസത്തിൻ്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഫസ്റ്റ് ടേം നമുക്ക് കിട്ടുക എന്ന് ചെക്ക് ചെയ്യുക. 3ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫസ്റ്റ് ടേം നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. സോ പ്ലസ് 2. സോ 3n + 2 ആയിരിക്കും നമ്മുടെ nth ടേം എന്ന് പറയുന്നത്. പൊതുവ്യത്യാസം എഴുതുക, പൊതുവ്യത്യാസത്തിൻ്റെ കൂടെ n എന്ന് പറഞ്ഞ് എഴുതുക, പ്ലസ് പൊതുവ്യത്യാസത്തിൻ്റെ കൂടെ എത്രയാണോ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏത് നമ്പർ ആഡ് ചെയ്യുമ്പോഴാണ് ഫസ്റ്റ് ടേം ഓഫ് ദ സീക്വൻസ് കിട്ടുക എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. അതായിരിക്കും നമ്മൾ പിന്നീടായിട്ട് ആഡ് ചെയ്യേണ്ടത്. ഇതാണ് ഒരു സീക്വൻസിൻ്റെ nth ടേം എഴുതാനുള്ള എളുപ്പവഴി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം 12th ടേം എത്രയായിരിക്കും? 12th ടേം വിൽ ബി, നമുക്ക് എന്ത് ചെയ്താൽ മതി, എന്നിൻ്റെ പ്ലേസിൽ എന്ന് പറയുന്നത് 12 നമ്മൾ കൊടുത്താൽ മതി. സോ 3 × 12 + 2 അത് വിൽ ബി ദ ആൻസർ 38. അതായിരിക്കും 12th ടേം എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതും 2020 മോഡൽ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരുന്നതാണ്. ദ സം of first n terms of the arithmetic sequence is n² + 2n. ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ സമ്മിൻ്റെ n ടേംസിൻ്റെ സം എന്ന് പറയുന്നത് n² + 2n എന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സീക്വൻസിൻ്റെ ആദ്യ പദം എത്രയായിരിക്കും? കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എത്രയായിരിക്കും? ആൻഡ് വാട്ട് ഈസ് ദ സം ഓഫ് ദ ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദി സീക്വൻസ്? ഈ ശ്രേണിയുടെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക എത്രയായിരിക്കും? നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രൂവ് ദാറ്റ് ദ സം ഓഫ് ദ കണ്ടിന്യൂസ് ടേം സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഫസ്റ്റ് ഓഫ് ദ സീക്വൻസ് 3, 5, 7 ആഡഡ് 1 ഗീവ്സ് എ പെർഫെക്റ്റ് സ്ക്വയർ. 3, 5, 7 എന്ന് തുടങ്ങുന്ന ശ്രേണിയുടെ സീക്വൻസിൻ്റെ സം എന്ന് പറയുന്നത് ആ കണ്ടിന്യൂസ് ആയി പോകുന്ന സീക്വൻസിൻ്റെ സമ്മിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് നമ്മളോട് പ്രൂവ് ചെയ്യാനായിട്ടാണ് ഫോർത്ത് ഭാഗത്തിൽ അതിൽ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ നമുക്ക് എഴുതി നോക്കാം. നമുക്ക് തന്നിരിക്കുന്നത് സം ഓഫ് n ടേംസ് എന്ന് പറയുന്നത് n² + 2n എന്ന് തന്നിട്ടുണ്ട്. സോ സം ഓഫ് n ടേംസ് Sn = n² + 2n എന്ന് നമുക്ക് എഴുതാം. n² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n²ൻ്റെ കൊയിഫിഷ്യൻ്റ് 1 ആയിരിക്കും ജനറലി. സോ 1n² + 2n എന്ന് നമുക്ക് ജനറലി നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഈ തുകയുടെ ബീജഗണിത രൂപം, തുകയുടെ ആൾജിബ്രായിക് എക്സ്പ്രഷൻസും nth ടേമിൻ്റെ ആൾജിബ്രായിക് എക്സ്പ്രഷനും തമ്മിൽ റിലേഷൻ ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുകയുടെ ബീജഗണിത രൂപത്തിൽ 1n² + 2n എന്ന് എഴുതി. n²ൻ്റെ കൊയിഫിഷ്യൻ്റായി കിടക്കുന്ന നമ്പർ എത്രയാണോ അതിൻ്റെ ഇരട്ടിയാണ് നമ്മൾ എന്ത് എഴുതുന്നത്? nth ടേമിൽ നമ്മൾ തുടങ്ങുന്നതായിട്ട് നമ്മൾ എഴുതുന്നുണ്ടായിരിക്കുക. അതായത് 2 എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി.
അതുതന്നെയാണ് നമ്മുടെ പൊതുവ്യത്യാസമായിട്ട് നമുക്ക് വരുന്നുണ്ടായിരിക്കുക. സോ 2 എന്നെഴുതുക, അതിൻ്റെ കൂടെ n എന്നെഴുതി, പ്ലസ് ഈ 2വിൻ്റെ കൂടെ ഏത് നമ്പർ ആഡ് ചെയ്യുമ്പോഴാണോ നമ്മുടെ സീക്വൻസിലെ ആദ്യത്തെ ടേം ആയിട്ടുള്ള 3 കിട്ടുക എന്ന് ചെക്ക് ചെയ്തു. ദാറ്റ് വിൽ ബി ദ ആൻസർ 1. സോ xn വിൽ ബി 2n + 1 ആയിരിക്കും. അപ്പോൾ പൊതുവ്യത്യാസം 2 ആയിരിക്കും. n-ാം പദം എന്ന് പറയുന്നത് 2n + 1 ആയിരിക്കും. തുകയുടെ ബീജഗണിത രൂപത്തിന് നമ്മൾ 1n² + 2n എന്നും എഴുതി. ഇനി ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം, എന്താണ് ആദ്യ പദം എന്നാണ് ക്വസ്റ്റ്യൻ. ആദ്യ പദം എന്ന് പറയുന്നത് തുകയുടെ ബീജഗണിത രൂപത്തിൽ n-ന്റെ സ്ഥാനത്ത് 1 അപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ n-ാം പദം കണ്ടുപിടിച്ചിട്ടുണ്ട്. n-ാം പദം കണ്ടുപിടിക്കാനുള്ള ആൾജിബ്രായിക് എക്സ്പ്രഷൻ എന്താണ്? 2n + 1. അതിൽ n-ന്റെ സ്ഥാനത്ത് 1 അപ്ലൈ ചെയ്യുകയോ ചെയ്താലും മതി. സോ ദ ഫസ്റ്റ് ടേം വിൽ ബി ആൻസർ 3 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? ഈ n² കോഎഫിഷ്യന്റ് ആയിട്ടുള്ള 1ന്റെ ഡബിൾ ആയിരിക്കും. സോ ദ ആൻസർ വിൽ ബി 2. ആൻഡ് സി പാർട്ട് എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ സം ഓഫ് ദ ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദ സീക്വൻസ്. ഈ സീക്വൻസിന്റെ ആദ്യത്തെ 20 പദങ്ങളുടെ തുക എത്രയായിരിക്കും? സം ഓഫ് ദ സീക്വൻസ് ജനറലി n² + 2n ആണ്. സോ ആദ്യത്തെ 20 പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ n-ന്റെ സ്ഥാനത്ത് 20 അപ്ലൈ ചെയ്യുക. സോ 20² + 2 × 20 = 440 വിൽ ബി യുവർ ആൻസർ. ആൻഡ് ദ ഫോർത്ത് പാർട്ട് എന്ന് പറയുന്നത് പ്രൂവ് ദാറ്റ് the sum of the continuous terms starting from the first term of the sequence 357 added 1 gives a perfect square. അതായത് സമ്മിന്റെ ജനറൽ എക്സ്പ്രഷൻ 1n² + 2n ആണ്. ആസ് പെർ ക്വസ്റ്റ്യൻ വി വിൽ ബി ആഡ് 1. സോ n² + 2n + 1 എന്ന് എഴുതുക. അത് n + 1 ഹോൾ സ്ക്വയർ ആയിരിക്കും. സോ ഇത് നമ്മൾ പ്രൂവ് ചെയ്തു, അതെന്തായിരിക്കും? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്നുള്ളത്.